ഹായ് ഓൾസോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാം കഴിഞ്ഞ് നമ്മളിതാ ഭയങ്കര കൂളായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കുന്ന കാര്യമാണ് +1ലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് സ്ട്രീം ഓപ്റ്റ് ചെയ്യുന്നുള്ള കാര്യം അല്ലേ. സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, ഇപ്പോഴും എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. എപ്പോഴും സ്ട്രീം ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കുക. ആ ഒരു സ്ട്രീം എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ഭാവിയിൽ ഓപ്ഷൻസ് നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രീം എപ്പോഴും ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ സയൻസ് സ്ട്രീം വരുവാണെങ്കിൽ, +1 സയൻസ് പഠിക്കുവാണെങ്കിൽ അത് കഴിഞ്ഞാൽ കാത്തിരിക്കുന്നത് ഒരുപാട് ഓപ്ഷൻസ് ആണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഒരുപാട് കോഴ്സുകളാണ്. അത്തരത്തിൽ ആലോചിച്ചിട്ട് മാത്രം എപ്പോഴും ചൂസ് ചെയ്യണം. അതേപോലെ 10th CBSEയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മക്കളാണ് എല്ലാവരും എന്നറിയാം. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ് 11 CBSE പഠനം ഉഷാറാക്കേണ്ടതുണ്ട്. നല്ല രീതിക്ക് പഠിച്ച് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സിൻ്റെ സൗകര്യത്തോടു കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഗംഭീരമാക്കണം ക്ലാസ് 11 CBSE. സോ മക്കളെ, 10th CBSE കഴിഞ്ഞ് ഇനി 11th CBSEയിലേക്ക് ക്ലാസ്സുകളൊക്കെ ആരംഭിക്കേണ്ട ഒരു സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സുകൾ എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് മക്കൾ ഇത്ര മാത്രം ചെയ്യുക. ഈ താഴെ കാണുന്ന ഫോൺ നമ്പർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അഡ്മിഷനൊക്കെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അറിയുക. നമുക്ക് എന്ത് ചെയ്യാം, ഉടൻ തന്നെ വീണ്ടും കാണാം. ബൈ.